നടന്മാരായ ബിജു സോപാനത്തിനും SP ശ്രീകുമാറിനുമെതിരെ ലൈംഗികാതിക്രമ കേസ്. പ്രമുഖ നടിയുടെ പരാതിയിലാണ് കേസെടുത്തത്. കൊച്ചിയിലെ സീരിയൽ ചിത്രീകരണത്തിനിടെ ലൈംഗികാതിക്രമം നടന്നുവെന്നാണ് പരാതി. എറണാകുളം ഇൻഫോ പാർക്ക് പോലീസാണ് കേസെടുത്തത്. നടിയുടെ പരാതിയിലാണ് ഈ നടന്മാർക്കെതിരെ ഇപ്പോൾ കേസ് വന്നിരിക്കുന്നത്. ഇൻഫോ പാർക്ക് പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതിനുശേഷം തൃക്കാക്കര പോലീസിന് ഇത് കൈമാറിയിട്ടുണ്ട്. ഇത് ആത്യന്തികമായി SIT പ്രത്യേക അന്വേഷണ സംഘം തന്നെ ഇത് അന്വേഷിക്കും. നേരത്തെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് തൊട്ടു പിന്നാലെ രൂപീകരിക്കപ്പെട്ട SIT തന്നെ ഇത് അന്വേഷിക്കും. ഈ സീരിയലിന്റെ ചിത്രീകരണം നടക്കുന്ന ഘട്ടത്തിൽ ലൈംഗികാതിക്രമം നടന്നു എന്നതാണ് ഈ നടി പ്രധാനമായും പരാതിയായി നൽകിയിട്ടുള്ളത്. അതിലാണ് ബിജു സോമാനം അതോടൊപ്പം തന്നെ SP ശ്രീകുമാർ എന്നിവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതിൽ പോലീസ് പറയുന്നത് ഒരാളാണ് ലൈംഗികാതിക്രമം നടത്തിയത്, മറ്റൊരാൾ ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത് എന്നതാണ് പോലീസ് സംഘം വ്യക്തമാക്കുന്നത്. പക്ഷേ ഈ FIR അല്ലെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് രണ്ടുപേരെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തുടർ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. ഇതിൽ ഇനി ഈ കേസ് SITക്ക് കൈമാറും. നേരത്തെ SIT ഹൈക്കോടതിയിൽ തന്നെ നൽകിയത് 33ഓളം കേസുകളാണ് ഇതുവരെ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത് ഇത്തരത്തിലുള്ള പരാതികളുടെ അടിസ്ഥാനത്തിൽ എന്നതാണ്. എന്തായാലും കൂടുതൽ കേസുകൾ വരുന്നു എന്നത് തന്നെയാണ് ഇതിൽ ഗൗരവകരമായി അല്ലെങ്കിൽ ഏറ്റവും പ്രധാനമായും ചിന്തിക്കേണ്ട ഒരു വിഷയം. ഈ സെറ്റിൽ തന്നെ ഇത്തരത്തിൽ ലൈംഗിക അതിക്രമം നടന്നു എന്നതാണ് നടി പ്രധാനമായും പരാതിയായി നൽകിയിട്ടുള്ളത്. അത് വളരെ ഗൗരവതരം തന്നെയാണ്. എന്തായാലും ഇതിൽ തുടർ നടപടികൾ ഉണ്ടാകുമെന്നാണ് പോലീസ്. വർഷങ്ങൾക്ക് മുൻപ് നടന്നതാണോ? അതിന്റെ ഒരു സമയം അത്തരത്തിലുള്ള കാര്യങ്ങൾ പറയാനാകുമോ? സമീപകാലത്ത് തന്നെ നടന്ന സംഭവമാണ് എന്നതാണ് ഇപ്പോൾ പോലീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രമുഖ നടി ഇത്തരത്തിലൊരു പരാതി നൽകിയത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നത്, FIR രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നത്. പോലീസ് പറയുന്നത് പ്രധാനമായും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ബിജു സോപാനത്തിനെതിരെയാണ്. അതോടൊപ്പം തന്നെ ഭീഷണിപ്പെടുത്തി SP ശ്രീകുമാർ എന്നതാണ് നമുക്ക് പോലീസിൽ നിന്ന് കിട്ടുന്ന പ്രാഥമിക വിവരം. എന്തായാലും ഈ രണ്ടു പേർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട് എന്നതാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നത്. ഭയങ്കര ഷോക്കിംഗ് ആയിപ്പോയിട്ട് ഈ ഒരു ന്യൂസ് കേട്ടപ്പോൾ. അതും നമ്മുടെ ഉപ്പും മുളകും, ഫേമസ് ആയിട്ടുള്ള ഉപ്പും മുളകിലെ ബാലുവിനെ കുറിച്ചും അതുപോലെ ആ ഒരു സീരിയലിലെ മറ്റൊരു കഥാപാത്രമായി ശ്രീകുട്ടൻ കഥാപാത്രം ചെയ്യുന്ന SP ശ്രീകുമാറിനെതിരെയാണ് ഇപ്പോൾ ലൈംഗിക അതിക്രമത്തിനെതിരെയായിട്ടുള്ള ഈ ഒരു നടി പരാതി കൊടുത്തിരിക്കുന്നത്. ആ നടി എന്ന് പറയുന്നത് ഈ ഒരു ഉപ്പുമുളക് സീരിയലിൽ തന്നെ നടി തന്നെയാണ് എന്നാണ് പുറത്തു വരുന്ന വിവരം. എന്തായാലും ആ നടി ആരാണെന്നോ അല്ലെങ്കിൽ അവരുടെ പേരും മറ്റു കാര്യങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. പകരം ഈ രണ്ടു പേർക്കുമെതിരെ ലൈംഗിക അതിക്രമത്തിന് പരാതി കൊടുത്തിരുന്നു. അത് നമ്മുടെ ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷമാണല്ലോ ഇങ്ങനെയുള്ള ന്യൂസ് നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്നത്. ഈ അടുത്ത് തന്നെ പല സെലിബ്രിറ്റീസിനും എതിരെയിട്ടുള്ള ന്യൂസുകൾ നമ്മൾ കേട്ടു വരെ. അതിൽ നമുക്ക് ഏറ്റവും ഫേക്കായിട്ട് തോന്നിയ ഒരു ന്യൂസ് ആയിരുന്നു നടൻ നിവിൻ പോളിയുടെ ആ ഒരു കേസ്. നിവിൻ പോളിയുടെ കേസിൽ തന്നെ നമുക്ക് 100% ഉറപ്പുള്ള കാര്യം തന്നെയായിരുന്നു ഏത്, ആ ഒരു പരാതി കൊടുത്തിരുന്ന വ്യക്തി ഒരു ഫേക്കാണ് എന്നുള്ളത് അല്ലേ. ഇപ്പം സെയിം സിറ്റുവേഷൻ തന്നെയാണോ എന്നുള്ള ആളുകൾക്ക് സംശയമേറുകയാണ്. കാരണം ബാലു എന്ന് പറയുന്ന ആ ഒരു കഥാപാത്രത്തെ ഇത്തരത്തില് ഒരു കേസിൽ അകപ്പെടുമെന്നും പറഞ്ഞാൽ അത് ഒട്ടുമിക്ക ആളുകൾക്ക് വിശ്വസിക്കാൻ കഴിയാത്തത് തന്നെയാണ് അല്ലെ. പ്രത്യേകിച്ചും ബാലു, അത് ബിജു സോപാനത്തെ കുറിച്ച് നല്ലൊരു അഭിപ്രായം തന്നെയാണ് ആളുകൾക്ക് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു 99% ആളുകൾ പോലും ഈ ഒരു കേസിൽ വിശ്വസിക്കുന്നില്ല. അതിന് ആ ഒരു നടി ആരാണെന്നും ആ നടിയുടെ പേരും കൂടി വ്യക്തമാക്കണം എന്ന് തന്നെയാണ് ഇവരുടെ പ്രേക്ഷകർ പറയുന്നത്. ഈ ഉപ്പുമുളകും ഈ ഒരു ചാനലിലെ ഇവരെ സ്നേഹിക്കുന്നവരുടെ പ്രേക്ഷകർ പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സമീപകാലത്ത് ആ ഒരു നടി ഈ ഒരു സീരിയലിൽ നിന്ന് വിരമിച്ചു പോയിട്ടുണ്ട് എന്നുള്ള ഒരു ഹിന്റ് കൂടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ അത് ഏത് നടിയാണെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും സംശയമാണ്. കാരണം നീലു ആണോ അത് ഗൗരിയാണോ, ഇങ്ങനെ ഈ രണ്ട് പേരുകളാണ് പ്രേക്ഷകർക്കിടയിൽ ചർച്ചാ വിഷയമാകുന്നത് തന്നെ. എന്തായാലും ഈ ഒരു കേസ് ഒരു ഫേക്ക് ആകട്ടെ എന്ന് തന്നെയാണ് ആളുകൾ വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ SP ശ്രീകുമാറിനെ കുറിച്ചും എന്തായാലും ഏറ്റവും കൂടുതലും ആളുകൾക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കേസ് എന്ന് പറഞ്ഞാൽ ബിജു സോപാനത്തെ കുറിച്ച് തന്നെയാണ്. പിന്നെ ആളുകളാണ് എങ്ങനെയാണ് ഇവരുടെയൊക്കെ സ്വഭാവം എങ്ങനെയാണെന്ന് നമുക്ക് അളന്ന് തിട്ടപ്പെടുത്താൻ പറ്റില്ല. പിന്നെ ഈ ഒരു സീരിയൽ സെറ്റിൽ വെച്ച് തന്നെയാണ് ഇതിന്റെ ഒരു ലൈംഗിക അതിക്രമം നടന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ പലർക്കും അത് വിശ്വസിക്കാൻ ഒരു മനസ്സൊന്നും ഇല്ല. അപ്പൊ എന്തായാലും ഈ ഒരു കേസും നിവിൻ പോളിയുടെ കേസ് പോലെ തന്നെയാണോ എന്നും ആളുകൾക്ക് സംശയമുണ്ട്. എന്തായാലും ഈ ഒരു ന്യൂസ് ഭയങ്കര ഷോക്കിംഗ് ന്യൂസ് തന്നെയാണ്.
അതായത് ഇത്രയും ഫെയിം ആയിട്ടുള്ള ഒരു നടനാണ് ബിജു സോപാനം എന്ന് പറയുന്നത്. ബിജു സോപാനത്തെക്കാളും കൂടുതൽ ഉപ്പും മുളകിലെ ബാലു എന്ന കഥാപാത്രത്തെ കുറിച്ചല്ലേ ഒരുപാട് ആ ഒരു ഉപ്പും മുളകിലെ ആരൊക്കെ അഭിനയിച്ചിട്ടുണ്ടോ അവരെല്ലാം പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ടവർ തന്നെയാണ്. ആ ഒരു സീരിയലില് അവരുടെ ആ ഒരു കോർഡിനേഷനും സഹകരണം കാണുമ്പോൾ ശരിക്കും ഭയങ്കര രസം തന്നെയാണ്. അപ്പൊ എന്തായാലും ഇത് വളരെ ഷോക്കിംഗ് ന്യൂസ് തന്നെയാണ്. എന്തായാലും ഇതിന് പിന്നിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യം ഇവർ തന്നെ പുറത്തു വന്ന് പറയുമെന്നായി നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ഇത്തരത്തിലുള്ള ഒരു ആരോപണമാണ് ഇവർക്ക് വന്നിരിക്കുന്നത്. അപ്പൊ എന്തായാലും അവരുടെ വായിൽ നിന്നുള്ള എന്താണ് അവർക്ക് പറയാനുള്ളത് കേൾക്കുമ്പോൾ മാത്രമാണ് നമുക്ക് സത്യാവസ്ഥ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.